കലൈ കലൈക്കാ ഹിൻഡ്ര കലൈ വാഴ്ക്കേക്കാ. ഇറ്റ് മീൻസ് ആർട്ട് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ ആർട്ട്സ് സേക്ക്, ഇറ്റ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ലൈഫ്. 2012 റോയൽ എൻഫീൽഡ് തണ്ടർബേർഡിൻ്റെ ഒരു പരസ്യത്തിൽ അന്നത്തെ ഡിസൈനർ ഹെഡായിട്ടുള്ള എസ് ശിവകുമാർ അദ്ദേഹം ഈ വാക്കുകൾ പറയുന്ന സമയത്ത് നമുക്ക് തോന്നും അത് സത്യമാണ്. ഒരു ബൈക്ക് എടുക്കണം എന്ന് തോന്നിയ സമയത്ത് തണ്ടർബേർഡിലേക്ക് എൻ്റെ ചോയ്സ് എത്തിച്ചതും ഈ പരസ്യമാണ്. ചില കൂടിച്ചേരലുകളുണ്ട്, നമുക്കൊരു പുതിയ ലോകം അത് തുറന്നു വരും. നമ്മൾ ഒരു യാത്രയുടെ തുടക്കം പോലെയൊക്കെ നമുക്ക് തോന്നും. അത്തരം ഒരു കൂടിച്ചേരലാണ് സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ തണ്ടർബേർഡ് തമ്മിലുണ്ടായിരുന്നത്. 2016 ഞാൻ എടുക്കുന്നത്. ബൈക്ക് എൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഇതെൻ്റെ പ്ലാൻ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് യാത്രകളുടെ ഒരു തുടക്കമാവും എന്നുള്ളത്. എനിക്ക് മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുന്നത്, മുമ്പ് എടുത്ത സമയത്ത് ഒരു ദിവസം രാത്രി തിരുനെല്ലി നമ്മുടെ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കട ഉണ്ട്, ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അവിടെ പോയിട്ട് ഉണ്ണിയപ്പം ചായം കഴിക്കാനൊരു പൂതി. ബൈക്ക് എടുക്കുമ്പോൾ അങ്ങനെയുള്ള പുലർച്ചെ 3 മണിക്ക് ഞാൻ ബൈക്ക് എടുത്ത് വിട്ടു. ഒറ്റയ്ക്കായിരുന്നു, സോളോ. ഒരു 6-6:30 ആയപ്പോഴേക്കും തിരുനെല്ലി എത്തി. അവിടെ ഇങ്ങനെ എത്തുന്ന സമയത്ത് കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ 2 മയിലുകൾ ഇങ്ങനെ എൻ്റെ റോഡിന് ഫ്രണ്ടിൽ വന്നു. ഞാൻ ബൈക്ക് നിർത്തി. മയിലുകൾ രണ്ടും എൻ്റെ ബൈക്കിന് ചുറ്റും ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചതിന് ശേഷം അത് പോയി. എനിക്ക് ഭയങ്കര ആ മൊമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു മൊമെൻ്റ് ആയിരുന്നു. മനുഷ്യന്മാർക്ക് മാത്രമല്ല പ്രകൃതിക്ക് വരെ ഈ ബൈക്കിനോടൊരു സ്നേഹമുണ്ട് എന്ന് തോന്നി. ആ മയിലിൻ്റെ കണ്ണിൽ എന്തോ ഒരു അട്രാക്ഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു. തണ്ടർബേർഡ് ആ പേര് പോലെ തന്നെ ഇടിമുഴക്കമായിരുന്നു. എൻ്റെ പല സോളോ യാത്രകളിലും എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെയായിരുന്നു ആക്ച്വലി ബൈക്ക്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ എല്ലാം അറിയുന്ന ഒരാൾ. ഇപ്പോൾ വാഗമണ്ണിലെ നൈറ്റ് റൈഡ്, ഭയങ്കര തണുപ്പുള്ള രാത്രിയിലൂടെയുള്ള യാത്ര, അതുപോലെ ഊട്ടിയിലെ മഴ നനഞ്ഞ വഴികളിലൂടെയുള്ള യാത്ര, മുംബൈയിലെ നല്ല പൊട്ടിപ്പറക്കുന്ന തെരുവിലൂടെയുള്ള യാത്രകൾ, ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പലപ്പോഴും ഒരു ഹൈ റേഞ്ചിലൊക്കെ എവിടെയെങ്കിലും എത്തുന്ന സമയത്ത് ആ ഒരു ചെറിയ ഓലമഞ്ഞ ചായക്കടയിൽ നിന്ന് കിട്ടുന്നൊരു ചായയും എൻജിൻ്റെ ചൂടും ഇതൊക്കെ ആയിരിക്കും നമ്മുടെ തണുപ്പിനെ അകറ്റിയിരുന്ന സാധനങ്ങൾ. റൈറ്റ് ഡിസൈൻ ഓവർ ബെസ്റ്റ് ഡിസൈൻ എന്ന് പറയും. നമ്മളെ റോഡിനും നമ്മളെ ആളുകൾക്കും നമ്മുടെ ഇമോഷനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള വണ്ടികളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓവർ ബെസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ എൻഫീൽഡൊക്കെ എപ്പോഴും ചെയ്യുന്നൊരു സാധനം അതാണ്. നമ്മളെ ഒരു ബ്രാൻഡ് ലോയൽറ്റി നമ്മളെ ക്രിയേറ്റ് ചെയ്ത് വെക്കും. എൻ്റെ യാത്രകൾ എനിക്ക് എന്നൊരു മുതൽക്കൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യാത്രകൾ ഒരിക്കലും ഒരു വേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. എന്താ മണി ഐ ഹാവ് സ്പെൻഡ് ഓൺ മൈ ട്രാവൽ, അതെനിക്ക് എപ്പോഴും ഒരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. കാരണം അതെന്നെ പഠിപ്പിച്ചത് യാത്രകൾ എന്ന് പറയുന്നത് വെറും ദൂരങ്ങളല്ല, അത് അനുഭവങ്ങളാണ്, സ്വാതന്ത്ര്യം ആണ് എന്നൊക്കെയാണ്.